ഹായ്. ഇന്ന് ഞങ്ങളിതാ ചോറൊക്കെ ആയിട്ടോ. കുഞ്ഞാറ്റ അതാ കഞ്ഞിയൊക്കെ കുടിച്ചിട്ട് അവിടെ കളിക്കുന്നുണ്ട്. പിന്നെ കറിയൊക്കെ ആയി. കറി ഉരുളൻകിഴങ്ങും സവോളയും തക്കാളിയൊക്കെ ഇട്ടിട്ട് കേട്ടോ. ചോറൊക്കെ വാർത്ത് വെച്ചിരുന്നു. അമ്മ തച്ചമ്പാറയ്ക്ക് പോയിരിക്കട്ടോ. അപ്പം ഇനി അമ്മ വരട്ടെ പറഞ്ഞിട്ട് ഇരിക്കുന്നുണ്ട് ഞങ്ങൾ. അമ്മ വന്നിട്ട് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അമ്മ കഴിക്കാതെ പോയത് കേട്ടോ. കുറച്ചു നേരമായി പോയിട്ട്. ഇനിയിപ്പോൾ എന്തായാലും ഇവളെ ഉറങ്ങിയിട്ടില്ല. കഞ്ഞിയൊക്കെ കൊടുത്തിട്ട് അങ്ങനെ കുറച്ചു നേരം ഇവിടെ കളിക്കുകയായിരുന്നു. ഇനി ഇവളെ ഉറക്കട്ടെ കേട്ടോ. അപ്പോൾ എന്നിട്ട് കാണാട്ടോ. മറ്റേ എന്നാ ഉറങ്ങല്ലേ? എന്നാ ഉറങ്ങല്ലേ? ആ കുഞ്ഞാറ്റ ഉറങ്ങാട്ടോ. ഇതാ കുഞ്ഞാറ്റേ. ആ ശരി, ഞങ്ങൾ ഉറങ്ങട്ടെ കേട്ടോ. കുഞ്ഞാറ്റ ഉറങ്ങിട്ടോ. അവളപ്പം തന്നെ ആട്ടിയപ്പോൾ അവൾ അങ്ങനെ ഉറങ്ങി. പിന്നെ അമ്മേനെ കാത്തിക്കാരൊന്നും എനിക്ക് പറ്റണില്ല കേട്ടോ. കാരണം കുറച്ച് സമയമായി, എനിക്ക് വിശന്നിട്ട് പോയി. അപ്പോൾ ഞാൻ എന്തായാലും ഇനി ചോറുണ്ണട്ടെ കേട്ടോ. അപ്പോൾ നമുക്ക് എന്താ കറി, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കറിയൊക്കെ എന്താണെന്നൊക്കെ കേട്ടോ. എന്നാലും കറി എന്താണെന്നൊക്കെ കാണാം. വായോ. കുഞ്ഞാറ്റ പിന്നെ എണീച്ചു കേട്ടോ. അപ്പം ഞാൻ അവളെ ആട്ടാൻ പോയി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കറി പറയണത് ഇതാട്ടോ. ഞാൻ പാത്രത്തേക്കൊന്നും മാറ്റി വെച്ചില്ല, അങ്ങനെ എടുത്ത് വിളമ്പാണ്. ഏട്ടൻ കഴിക്കാൻ വരുന്നൊക്കെ വിചാരിച്ചു, പക്ഷെ ഏട്ടൻ വന്നില്ല. കുഞ്ഞാറ്റതാട്ടോ എണീച്ചു. കുഞ്ഞാറ്റ എണീച്ചതാ കാപ്പി കുടിക്കുകയാണ്. ചെറിയ ജലദോഷവും കഫക്കെട്ടൊക്കെ ഉണ്ട് ആൾക്ക്. ഇവള് ഉണർന്നപ്പോഴേ അപ്പം ഞാൻ പിന്നെ ഇവളെ ആട്ടാൻ പോയി. അപ്പോഴത്തേന് വിശപ്പ് നെറുകി കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ വേഗം വന്ന് ഞാൻ കഴിച്ചു കേട്ടോ. ചോറൊക്കെ വിളമ്പി. പിന്നെ വീഡിയോ വേഗം എടുക്കാനൊന്നും പറ്റിയില്ല. പിന്നെ ഞാൻ വേഗം കഴിച്ചു. ഇവക്ക് കാപ്പി കൊടുക്കലും ഒക്കെ ആയിട്ട്. ആ തരാം ഇതായിരിക്കുന്നു കുട്ടിക്ക്. ചൂടുമ്പോ ആ ചൂടുമ്പോ എത്ര വേണ്ടത്. ഉമ്പ് കൊടുക്കട്ടെ. വന്നു കേട്ടോ. ഞാൻ നിങ്ങളെ ഓട്ടോറിക്ഷ വിളിച്ചിട്ട് വരും വിചാരിച്ചു. എന്താ ഓ ഈ പനിയിലപ്പ അത് മേടിച്ചിട്ട് പോകുമ്പോ കുഴപ്പമില്ല. അതോ അത് ചന്ദനത്തിരിയ പൊന്നെ. അവിടെ തമ്പാട്ടിയുടെ അടുത്ത് കൊണ്ടുവച്ചു. ആപ്പിളൊക്കെ മേടിച്ചിട്ട് വന്നു കേട്ടോ അമ്മ. ഞങ്ങൾ വിചാരിച്ചു എന്താ എത്ര നേരമായിട്ട് നിങ്ങളെ കാണാത്തത്. എന്നിട്ട് ആ ചേച്ചിയുടെ വീട്ടിൽ തന്നെ കഴിച്ചു. അവള് ലേശം ചോറൊക്കെ തന്നു. മീൻ വറുത്തതും കൂട്ടാനും മാങ്ങയും കയ്പൊക്കെ കൂടി കൂട്ടാൻ വെച്ചത് തന്നു. എന്നിട്ട് പോവുക, നീ വെയിലാറട്ടെ, എന്താ അത് ഈ വെയിലത്ത് നടക്കല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ കുത്തി കുറച്ച് നേരം കൂട്ടം കുടിച്ചു. മീൻ ചേച്ചൻ്റെ കാര്യമൊക്കെ പറഞ്ഞിട്ട്. പാപ്പൂളും അല്ല ആപ്പിൾ. എന്താ പറയാ? ആപ്പിള്. കുഞ്ഞാറ്റയ്ക്ക് ജലദോഷം, ചെറിയൊരു പനിയുണ്ട് കേട്ടോ. അപ്പം ഞാൻ മൂക്കിലൊഴിക്കുന്ന നാസൽ ഡ്രോപ്പൊക്കെ ഒഴിച്ചു കൊടുത്തു. അതിനിപ്പോൾ ഇത്ര നേരം ഭയങ്കര ബഹളമായിരുന്നു കേട്ടോ ഇവിടെ. എനിക്കും തന്നെ ചെറിയൊരു തലവേദന കേട്ടോ. അപ്പം ഞാനും തന്നെ ഇവിടെ കുറച്ചു നേരം കടക്കാതെ പറഞ്ഞു വന്നത്. അപ്പോഴത്തേനും അമ്മ വന്നു കേട്ടോ. തീരെ വയ്യ. ഇന്നലെ ഉറക്കൊന്നും ശരിയായിട്ട് ഇവക്ക് കുട്ടി ഇന്നലെ രാത്രി ഒന്നും ഉറങ്ങിയിട്ടേ ഇല്ല കേട്ടോ. അവള് തിരിഞ്ഞു മറിഞ്ഞു ഇങ്ങനെ കടന്നിട്ടും എന്താ ഈ കഫം കെട്ടിയിട്ടേ നെഞ്ഞത്ത് കഫം അടഞ്ഞിട്ട് എന്താ അറിയില്ല. അവൾക്ക് നല്ല തണുപ്പല്ലേ. കുട്ടി ഉറങ്ങിയിട്ടേ ഇല്ല, എണീച്ചിരിക്കുക, തിരിഞ്ഞും മറിഞ്ഞും കിടക്കുക. അപ്പോൾ എനിക്കും ഒരു സമാധാനമല്ല, നല്ല തണുപ്പല്ലേ. കുട്ടിക്ക് തണുക്കുന്നുണ്ടാവുമോ, ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് അവൾക്ക് ഇങ്ങനെ പുതച്ചു കൊടുക്കുകയൊക്കെ ചെയ്യും. എന്നിട്ട് ഞാൻ അങ്ങനെ കടന്ന് എനിക്കും തന്നെ അങ്ങനെ ഒന്നും ഉറക്കം ശരിയാവാണ്ടിട്ട് തലവേദന എടുക്കുക. ഇപ്പോൾ അവൾക്ക് നോക്കുമ്പോൾ ജലദോഷവും. ഇപ്പോൾ ഞാൻ നാസൽ ഡ്രോപ്പൊക്കെ ഒറ്റിച്ചിട്ട് ഇപ്പോൾ അങ്ങനെ വന്ന് ഇവിടെ ഒന്ന് കുറച്ചു നേരം കിടക്കാലോ വെച്ചിട്ടേ അവളിവിടെ ഒതുങ്ങി കിടക്കുകയാണ്. അപ്പോഴത്തേനും അമ്മ വന്നത്. അതാ ഞാന്